നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംഘർഷങ്ങളും പരാതികളും അരങ്ങുവാണ കേരള സർവകലാശാല യുവജനോത്സവത്തിലെ തീരാക്കളങ്കമായി ഒടുവിൽ വിധികർത്താവിന്റെ മരണവും. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കോഴ ആരോപണം നേരിട്ട് അറസ്റ്റിലായ വിധികർത്താവിനെ കണ്ണൂരിലെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. കേസിലെ ഒന്നാം പ്രതിയും മാർഗംകളി മത്സരത്തിലെ വിധികർത്താവുമായ ഷാജി പുത്തട്ടയെയാണ് കണ്ണൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിടപ്പുമുറിയിൽ നിന്ന് ആത്മഹത്യക്കുറിപ്പും കണ്ടെടുത്തു. ഞാൻ നിരപരാധിയാണ്, ഇതുവരെ ഒരു പൈസയും വാങ്ങിയിട്ടില്ല, അർഹതപ്പെട്ടതിന് മാത്രമാണ് കൊടുത്തത്. എൻ്റെ അമ്മയ്ക്കറിയാം തെറ്റ് ചെയ്തില്ലെന്ന്. ഇതിന് പിന്നിൽ കഴിച്ചവരെയെല്ലാം ദൈവം രക്ഷിക്കട്ടെ എന്നാണ് ആത്മഹത്യക്കുറിപ്പിൽ ഷാജി കുറിച്ചത്. വിധികർത്താവിന്റെ മരണത്തിന് ഉത്തരവാദി SFI ആണെന്ന് ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് ആരോപിച്ചു. ഒരു കലോത്സവത്തിന്റെ നടത്തിപ്പ് ഏറ്റവും ദുർഗതിയിലാക്കിക്കൊണ്ട് ഒരു കലോത്സവത്തെ കോഴയിൽ മുക്കി കലാപത്തിന്റെ ഗതിയിലെത്തിച്ച സംഘാടകരാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ നയിക്കുന്ന SFI എന്നും ഇവരാണ് ഈ മരണത്തിന്റെ ഉത്തരവാദിയെന്നും അദ്ദേഹം തുറന്നടിച്ചു. മരണമണി മുഴക്കുന്നവരാണ് SFI. കലോത്സവത്തെ കലാപോത്സവം കോഴയുത്സവമാക്കി മാറ്റിയത് SFI ആണ്. ഷാജി മരണപ്പെട്ടത് പോലീസിന്റെ അനാസ്ഥ കൂടിയാണെന്നും ABVP ആരോപിച്ചു. ഒന്നാം പ്രതിയായ വിധികർത്താവ് ഷാജി മരിച്ചതോടെ ദുരൂഹത ബാക്കിയാവുകയാണ്. SFI നേതൃത്വത്തിലുള്ള യൂണിയനെതിരെ ആരോപണം കടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഷാജി ഉൾപ്പെടെ 3 പ്രതികളുടെ മൊഴിയെടുക്കാൻ ഇന്ന് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഇതിനിടയിലാണ് ഷാജിയുടെ ആത്മഹത്യ. കേസിലെ മറ്റു പ്രതികൾ ഇന്ന് പോലീസിന് മുൻപാകെ ഹാജരാക്കും. യുവജനോത്സവ വേദിയിൽ കോളേജുകൾ തമ്മിലുള്ള വൈരത്തിന് ഇരയാവുകയായിരുന്നു ഷാജി എന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത്. പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോകുമ്പോഴും താൻ നിരപരാധിയാണെന്ന് ഷാജി വിളിച്ചു പറഞ്ഞിരുന്നു. കലോത്സവത്തിലെ ആദിനമായ മാർഗംകളിയിലാണ് ഷാജി വിധികർത്താവായിരുന്നത്. ഈ സമയം സംഘാടകർ വാങ്ങിച്ചു വെച്ചിരുന്ന വിധികർത്താക്കളുടെ ഫോണിലേക്ക് നിരന്തരം കോളുകളും സന്ദേശങ്ങളും വന്നുവെന്നും ഈ നമ്പറുകൾ പരിശോധിച്ചപ്പോൾ കോഴ വാങ്ങിയെന്ന് വ്യക്തമായെന്നുമാണ് സംഘാടകർ മാധ്യമങ്ങളോട് പറഞ്ഞത്. മത്സരം തീർന്നപ്പോൾ മുതൽ ഷാജിയെയും മറ്റ് 2 നൃത്ത പരിശീലകരെയും സംഘാടകർ മുറിയിൽ പൂട്ടിയിട്ടതായും ആരോപണമുണ്ട്. ഉച്ചയോടെയാണ് പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് വിട്ടയച്ചു. അടുത്ത ദിവസം ഹാജരാകണമെന്ന് പോലീസിന്റെ അറിയിപ്പ് കിട്ടിയതിന് പിന്നാലെയാണ് ഷാജിയുടെ മരണം. അറസ്റ്റ് ചെയ്യപ്പെട്ട ആരെയും അറിയില്ലെന്നും തങ്ങളുടെ കുട്ടികളെ പരിശീലിപ്പിച്ചത് ഇവരല്ലെന്നും അറിയിച്ച് 1ാം സ്ഥാനം നേടിയ തലസ്ഥാനത്തെ ഒരു കോളേജിന്റെ അധികൃതർ അന്ന് തന്നെ രംഗത്ത് വന്നിരുന്നു. എന്നിട്ട് യൂണിയൻ പരാതിയിൽ ഉറച്ചു നിന്നു. ഫലം അട്ടിമറിച്ചതിന് തെളിവുണ്ടെന്നാണ് യൂണിയൻ ആവർത്തിച്ചത്. മാർഗംകളിക്ക് പിന്നാലെ പല മത്സരങ്ങളും അലങ്കോലപ്പെട്ടു. മറ്റു സംഘടനകളിൽപ്പെട്ട വിദ്യാർത്ഥികളെ യൂണിയൻ ഭരിക്കുന്ന SFI പ്രവർത്തകർ മർദ്ദിച്ച സംഭവങ്ങളും മേളയുടെ നിറം കെടുത്തിയിരിക്കുകയാണ്.